അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ സ്വപ്നവും രാജ്യത്തിനായി നിലവിൽ വരികയാണ്. അതിന് മുൻകൈ എടുക്കുന്നത് എല്ലാത്തിലും മാതൃകയെന്നും ഒന്നാം നമ്പർ എന്നുമൊക്കെ അവകാശപ്പെടുന്ന കേരളമല്ല എന്ന് മാത്രം, അത് ഉത്തരാഖണ്ഡാണ്. ജാതി വ്യവസ്ഥയും അനാചാരങ്ങളുമൊക്കെ രാജ്യത്ത് തൂത്തെറിയുന്ന സംസ്ഥാനമെന്ന് നാഴികയ്ക്ക് അവകാശപ്പെടുന്ന കേരളത്തിന് എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ മനസ്സ് വരുന്നില്ല? രാഷ്ട്രീയം, വോട്ട് ബാങ്ക്, ന്യൂനപക്ഷ പ്രീണനം, അതുതന്നെയാണ് കാരണം. മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും ഒരുപോലെ CPM സർക്കാരിനിട്ട് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പണിതിട്ടും ഇവിടെയും പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പുതിയ വഴികൾ തേടുകയാണ് വീണ്ടും ഇവർ. ഇപ്പോഴാണ് ഉത്തരാഖണ്ഡ് സർക്കാർ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നത്. രാജ്യത്തെ സ്വയം പ്രഖ്യാപിത ഭരണഘടനാ വിദഗ്ധർ പറയുന്നത് കടമെടുത്താൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനെ നിർബന്ധ രൂപത്തിൽ അടിച്ചേൽപ്പിക്കരുതെന്നാണ്. അടിച്ചേൽപ്പിക്കില്ല ഒന്നും മോദി സർക്കാർ. പക്ഷേ ഈ രാജ്യത്ത് താമസിക്കുന്നവർ കുറഞ്ഞപക്ഷം ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കണം. അല്ലാത്തവർക്ക് മറ്റ് രാജ്യങ്ങൾ തേടി പോകാം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവിടെയും പക്ഷേ നിയമങ്ങളുണ്ട്, ഇതിനേക്കാൾ കടുത്ത നിയമങ്ങൾ, അതുകൂടി ഓർത്തിരിക്കണം. അങ്ങനെ യൂണിഫോം സിവിൽ കോഡ് ഈ മാസം നടപ്പാക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദേവഭൂമിയായ ഉത്തരാഖണ്ഡിന് വേണ്ടി യൂണിഫോം സിവിൽ കോഡ് തയ്യാറായി കഴിഞ്ഞെന്നും ജനുവരിയിൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ബറേലിയിൽ നടന്ന 29ാമത് ഉത്തരായണി മേളയിലാണ് ധാമി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ നിയമത്തെ മതവുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്ന സങ്കല്പമാണ് ഏകീകൃത സിവിൽ കോഡിൻ്റെ അടിസ്ഥാനം. അതാണ് ഉത്തരാഖണ്ഡ് ആദ്യമായി നടപ്പാക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ പുണ്യനദികളായ ശാരദ, ഗംഗ, സരസ്വതി, കാവേരി എന്നിവയോടാണ് UCCയെ പുഷ്കർ സിംഗ് ധാമി താരതമ്യം ചെയ്തത്. രാജ്യത്തുടനീളം ഈ നദികൾ വ്യാപിച്ചു കിടക്കുന്നത് പോലെ ഏകീകൃത സിവിൽ കോഡും രാജ്യത്ത് മുഴുവൻ ഒരു കാലത്ത് നടപ്പാക്കുമെന്നാണ് ധാമി പറയുന്നത്. ഇന്ത്യയിലെ UCC നിയമം നടപ്പാക്കാൻ പോകുന്ന ആദ്യ സംസ്ഥാനം തന്നെയാണ് ഉത്തരാഖണ്ഡ്. വ്യക്തി നിയമങ്ങൾ ഒഴിവാക്കി എല്ലാ ജാതി മതസ്ഥർക്കും ഒരേ നിയമം എന്നതാണ് യൂണിഫോം സിവിൽ കോഡ്. ഇത് നടപ്പാകുന്നതോടെ എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാ വിഭാഗങ്ങൾക്കും ലിവ് ഇൻ റിലേഷൻഷിപ്പുകളും ഒക്കെ നിയമപരമായി ഇനി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. എന്താണ് യൂണിഫോം സിവിൽ കോഡ്? സിവിൽ കോഡ് വരുന്നതോടെ പോരാട്ടം തുല്യതയും മതസ്വാതന്ത്ര്യവും തമ്മിലാകുമോ എന്നതാണ് ചോദ്യം. വൈവിധ്യങ്ങളുടെ നാടാണിത്. വ്യത്യസ്തമായ ആചാരങ്ങളും അവയ്ക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളും ഇവിടെയുണ്ട്. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ തുടങ്ങിയവ ഓരോ മതവിഭാഗങ്ങൾക്കും വ്യത്യസ്ത രീതികളാണ്. ഒന്നിൽ വിവാഹമോചനം എളുപ്പമെങ്കിൽ മറ്റൊന്നിൽ അങ്ങനെയല്ല. ഒന്നിലെ സ്വത്തവകാശ നിയമങ്ങൾ സ്ത്രീകളെ പരിഗണിക്കുന്നത് പോലെയല്ല മറ്റൊന്നിൽ. അതിൻ്റെ തിക്ത അനുഭവങ്ങൾ കേരളം മാത്രമല്ല രാജ്യത്തൊട്ടാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുരഭിമാന കൊലകൾ, അങ്ങനെ എന്തെല്ലാം. ഒന്നിലെ സ്വത്തവകാശ നിയമങ്ങൾ സ്ത്രീകളെ പരിഗണിക്കുന്ന പോലെയല്ല മറ്റൊന്നിൽ എന്ന് പറയുന്നത് പോലെയാണ് സ്ത്രീകൾക്കുള്ള തുല്യതയും. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക വിഭാഗത്തിൽ ജനിച്ചവർക്ക് പ്രത്യേക നിയമങ്ങളും ഇന്ത്യയിലുണ്ട്. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന ഏകീകൃത സിവിൽ കോഡ് നടപ്പാകുമ്പോഴേ ഇതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ള ഉത്തരം കിട്ടുകയുള്ളൂ. തുല്യതയും മതസ്വാതന്ത്ര്യവും തമ്മിലുള്ള പോരാട്ടത്തിന് പഴക്കമേറെയുണ്ട്. പരിപൂർണ്ണ മതസ്വാതന്ത്ര്യം വേണമെന്നും മതാചാരങ്ങളെ ഭരണഘടനാ വകുപ്പുകൾ വെച്ച് പരിശോധിക്കരുതെന്നും കാലാകാലങ്ങളായി നമ്മുടെ യാഥാസ്ഥിതികർ വാദിച്ചു വരുന്നു. അതല്ലാതെ അവർക്ക് വേറെ പണിയുമില്ല. അതേസമയം മനുഷ്യ അവകാശങ്ങളുടെ കാര്യത്തിൽ നിയമത്തിന് സാംസ്കാരിക അന്തരം പാടില്ലെന്നാണ് തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത്. അതിൽ നിന്നും കേൾക്കേണ്ടത് ഭരണഘടന ഉറപ്പു നിൽക്കുന്ന മതസ്വാതന്ത്ര്യവും തുല്യതയ്ക്കുള്ള അവകാശവും ഒരുപോലെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ ഏകീകൃത സിവിൽ കോഡ്. അതെ, കഴിയണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാടും. പരിഷ്കൃത സമൂഹത്തിൽ നിയമത്തെ മതവുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്ന സങ്കല്പമാണ് ഏക സിവിൽ കോഡിൻ്റെ അടിസ്ഥാനം. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, കുട്ടികളുടെ കസ്റ്റഡി, രക്ഷാകർതൃത്വം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ എന്ന് സംബന്ധിച്ച് വിവിധ മതങ്ങളുടെ വ്യക്തി നിയമങ്ങൾ ആ മതങ്ങളുടെ എണ്ണത്തിനും അപ്പുറം വ്യത്യസ്തമാണ്. ഇവയിലെ വ്യത്യാസങ്ങളും വിവേചനപരമായ വകുപ്പുകളും ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പൊതുവായൊരു വ്യക്തി നിയമം, അതാണ് ഏക സിവിൽ കോഡ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ചർച്ചകൾ നടന്നിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ 1840 ലെക്സ് ലോക്കി ലോ ഓഫ് ദി ലാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ നിയമങ്ങൾ ഏകീകരിക്കണമെന്നാണ്. കുറ്റകൃത്യങ്ങൾ, തെളിവുകൾ, കരാറുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കണമെന്ന് പറയുമ്പോഴും അന്നും ബ്രിട്ടീഷുകാർ ഹിന്ദു മുസ്ലിം വ്യക്തി നിയമങ്ങളെ അതിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ പൊതു സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അന്ന് സുദീർഘമായ ചർച്ച നടന്നു. ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ BR അംബേദ്കറും ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവരായിരുന്നു. എന്നാൽ ഇത് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ലെന്നും സമ്മതത്തോടെ നടപ്പാക്കേണ്ടതുമാണെന്നാണ് അംബേദ്കർ CH നിലപാട്. ഈ നിലപാടാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഭരണഘടന നൽകുന്നതും ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നിർബന്ധ രൂപത്തിൽ അടിച്ചേൽപ്പിക്കരുതെന്ന സൂചനയാണ്. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നതും. അടിച്ചേൽപ്പിക്കില്ല, പക്ഷേ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഇവിടെ താമസിക്കുന്നവർ പാലിക്കണം. അത് ഇന്ത്യയിൽ മാത്രമല്ല
മറ്റ് രാജ്യങ്ങളിലും അതുതന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നാൽ മാത്രമേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ള ഏതൊരു പൗരനും നെഞ്ചി പിരിച്ച് പറയാൻ പറ്റുള്ളൂ, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ എവിടെ ചെന്നാലും എനിക്ക് നിയമം ഒരേപോലെയാണ് എന്ന്.